ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. ഈ വീഡിയോയിൽ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2023 നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 30/2023. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ക്ലാസ് ഇഷ്ടമായാൽ മാത്രം വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം: ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്നാമത്തെ പ്രസ്താവന: കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ എന്നത് ശരിയായ പ്രസ്താവനയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് എന്ന പ്രസ്താവനയും ശരി തന്നെയാണ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ് എന്ന പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയായതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ, ഓൾ ഓഫ് ദി എബോവ് ആണ്. ഒരു പൗരന്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഹൈക്കോടതികളും സുപ്രീം കോടതിയും പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവുകളെ പറയുന്ന പേരാണ് റിട്ടുകൾ. ഒരു പൗരന്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 32. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 32. ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ 226. 5 തരം റിട്ടുകളാണുള്ളത്: ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, ക്വോ വാറന്റോ എന്നിങ്ങനെ 5 റിട്ടുകളാണ് നിലവിലുള്ളത്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, ക്വോ വാറന്റോ എന്നിങ്ങനെ 5 റിട്ടുകളാണുള്ളത്. പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തടയുക എന്നാണല്ലോ. അത് തന്നെയാണ് ഈ റിട്ട് അർത്ഥമാക്കുന്നതും. കീഴ്ക്കോടതികളോട് അതിന്റെ അധികാര പരിധിക്കപ്പുറമുള്ള കേസുകൾ പരിഗണിക്കേണ്ട എന്ന് മേൽക്കോടതികളായ ഹൈക്കോടതികളും സുപ്രീം കോടതിയും പറയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. കീഴ്ക്കോടതികളോട് അതിന്റെ അധികാര പരിധിക്കപ്പുറമുള്ള കേസുകൾ പരിഗണിക്കേണ്ട എന്ന് മേൽക്കോടതികളായ ഹൈക്കോടതികളും സുപ്രീം കോടതിയും പറയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ, അല്ലെങ്കിൽ അവരെ തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ? നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടങ്കലിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനായി കോടതിയുടെ മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുവാൻ കോടതി ആവശ്യപ്പെടുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. എന്താണ് മാൻഡാമസ് റിട്ട്? ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട നിയമപരമായ കർത്തവ്യം നിർവഹിക്കാതിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന പക്ഷം മറ്റൊരു വ്യക്തിക്ക് അയാളുടെ മൗലിക അവകാശത്തെ പ്രതികൂലമായി ബാധിക്കുകയോ ആണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട കാര്യം നിർവഹിക്കുന്നില്ല, മാത്രമല്ല അദ്ദേഹം അത് ചെയ്യുന്നത് പക്ഷം മറ്റൊരു വ്യക്തിയുടെ മൗലിക അവകാശം ലംഘിക്കപ്പെടുകയാണ് എങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏത്? മാൻഡാമസ് റിട്ട് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തതേത്? ഒന്നാമത്തേത് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടുന്നവയാണ്. സംഘടനാ സ്വാതന്ത്ര്യവും അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടുന്നതാണ്. എന്നാൽ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തതാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. പെടാത്തത് മൂന്നാമത്തേതാണ്. ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമാണ്. ആർട്ടിക്കിൾ 19 6 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 19 6 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 19(1)(a) പറയുന്നത് സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. 19(1)(a) പറയുന്നത് സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്.
19(1)(b) പറയുന്നത് നിരായുധരായി സമാധാനമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ്. 19(1)(b) പറയുന്നത് നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ്. 19(1)(c) പറയുന്നത് സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശത്തിനെ കുറിച്ചിട്ടാണ്. 19(1)(c) പറയുന്നത് സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശത്തിനെ കുറിച്ചിട്ടാണ്. 19(1)(d) പറയുന്നത് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ്. 19(1)(d) പറയുന്നത് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ്. 19(1)(e) പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് 19(1)(e) പറയുന്നത്. 19(1)(g) പറയുന്നത് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം ഇവയൊക്കെ തുടങ്ങുന്നതിനും വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ്. 19(1)(g) പറയുന്നത് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനോ സ്വന്തമായി വ്യവസായമോ കച്ചവടമോ ഒക്കെ തുടങ്ങുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പെടാത്തത് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 21(a)യിലാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 21(a)യിലാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 21(a). 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 21(a). 2022 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്. അടുത്ത ചോദ്യം, നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആദ്യത്തെ പ്രസ്താവന അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക എന്ന പ്രസ്താവന ശരിയാണ്. കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക എന്ന പ്രസ്താവന തെറ്റാണ്. ജീവിത നിലവാരം ഉയർത്തുക എന്ന പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ് എന്ന പ്രസ്താവന തെറ്റാണ്. സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ് എന്ന പ്രസ്താവന ശരിയാണ്. സ്വത്തവകാശം മൗലിക അവകാശവും നിയമ അവകാശവുമാണ് എന്ന പ്രസ്താവനയും തെറ്റാണ്. അപ്പൊ ശരിയായ ഉത്തരം രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2 മാത്രം എന്നുള്ളതാണ്. സ്വത്തവകാശം ഒരു നിയമാവകാശം മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശം എന്തായിരുന്നു? ഒരു മൗലിക അവകാശമായിരുന്നു. എന്നാൽ നിലവിൽ സ്വത്തവകാശം ഒരു നിയമാവകാശം മാത്രമാണ്. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. എന്താണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. എന്നാൽ നിലവിൽ സ്വത്തവകാശം എന്ന് പറയുന്നത് ഒരു നിയമാവകാശം മാത്രമാണ്. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഇപ്പോൾ സ്വത്തവകാശം 12-ാമത്തെ ഭാഗത്തിൽ 300A വകുപ്പിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്വത്തവകാശം 12-ാം ഭാഗത്തിൽ, ഭരണഘടനയിൽ 12-ാം ഭാഗത്തിൽ പാർട്ട് 12-ൽ 300A വകുപ്പിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. മുൻപ് സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിച്ചിരുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 31 മുൻപ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരുന്ന വകുപ്പ് ആർട്ടിക്കിൾ 31. എന്നാൽ നിലവിൽ സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 300A ആണ്. ഭാഗം ഏതാണ്? ഭാഗം 12 ആണ്. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 368 എന്ന പ്രസ്താവന ശരിയാണ്. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന പ്രസ്താവനയും ശരി തന്നെയാണ്. അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. അതുകൊണ്ട് ശരിയായ ഉത്തരം 1ഉം 2ഉം എന്നതാണ്. ഓപ്ഷൻ ബി 1ഉം 2ഉം.
ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 368 എന്നാൽ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഭാഗം 20 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 20 ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ്. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ്. ഏതാണ് ഭാഗം? ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പാർട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത്. അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളെയാണ്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നീ വിശേഷണങ്ങൾ ഉള്ളത് മൗലിക അവകാശങ്ങൾക്കാണ്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ 6 മൗലിക അവകാശങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇനി മൂന്നാമത്തെ പ്രസ്താവനയിലേക്ക് പോവുകയാണെങ്കിൽ അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം എന്ന പ്രസ്താവന തെറ്റാണ്. ഹൈക്കോടതിക്കല്ല, സുപ്രീം കോടതികൾക്കാണ് ആർട്ടിക്കിൾ 32 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അവകാശം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 32. എന്നാൽ ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 വഴിയാണ്. ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 വഴിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത്. ശരിയായ പ്രസ്താവന ഏത്? കേന്ദ്ര ലിസ്റ്റ്, ബാങ്കിംഗ്, പൊതുജനാരോഗ്യം, പോലീസ്. ഈ പ്രസ്താവന തെറ്റാണ്. ബാങ്കിംഗ് കേന്ദ്ര ലിസ്റ്റിൽ അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. എന്നാൽ പോലീസ്, പൊതുജനാരോഗ്യം എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. സംസ്ഥാന ലിസ്റ്റ്, ജയിൽ, മദ്യം, വാണിജ്യം ശരിയായ പ്രസ്താവനയാണ്. കൺകറന്റ് ലിസ്റ്റ് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ എന്ന പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. എന്നാൽ പോലീസും പൊതുജനാരോഗ്യവും സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. പാർലമെന്റിന് മാത്രം നിയമനിർമ്മാണം അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ലിസ്റ്റാണ് കേന്ദ്ര ലിസ്റ്റ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. പാർലമെന്റിന് മാത്രം നിയമനിർമ്മാണത്തിന് അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് കേന്ദ്ര ലിസ്റ്റ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ 97 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 97 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. നിലവിൽ എത്ര വിഷയങ്ങളാണ്? 98 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉള്ളത്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണത്തിന് അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ 66 വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. നിലവിൽ 59 വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. തുടക്കത്തിൽ 66 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. നിലവിൽ 59 വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത് കൺകറന്റ് ലിസ്റ്റ് ആണ്. സംസ്ഥാനങ്ങൾക്കും പാർലമെന്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. സംസ്ഥാനങ്ങൾക്കും പാർലമെന്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. നിലവിൽ എത്രയാണ്? നിലവിൽ 52 വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലുള്ളത്. തുടക്കത്തിൽ 47 വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ 47 വിഷയങ്ങളായിരുന്നു കൺകറന്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. നിലവിൽ 52 വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന,
യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല എന്ന പ്രസ്താവന തെറ്റാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് എന്ന പ്രസ്താവനയും തെറ്റായ പ്രസ്താവനയാണ്. ചോദ്യം തെറ്റായ പ്രസ്താവന ഏതാണ് എന്നായിരുന്നു. അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ 2ഉം 3ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2ഉം 3ഉം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കാനുള്ള അധികാരമുള്ളത് പ്രസിഡന്റിനല്ല, ഗവർണർക്കാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കാനുള്ള അധികാരമുള്ളത് ഗവർണർക്കാണ്. സംസ്ഥാന PSCയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഭാഗം 14ആണ്. സംസ്ഥാന PSCയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 14ആണ്. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭയാണ് ഉള്ളത് എന്ന പ്രസ്താവന തെറ്റാണ്. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത് എന്ന പ്രസ്താവന ശരിയാണ്. കർണാടകം, ബീഹാർ എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത് എന്ന പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. ദ്വിമണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബീഹാർ, കർണാടക, തെലങ്കാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ദ്വിമണ്ഡല സഭകളുള്ള സംസ്ഥാനങ്ങൾ. ബീഹാർ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന. ബീഹാർ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന എന്നിവയാണ് ദ്വിമണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ്? ബീഹാർ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന എന്നിവയാണ് ദ്വിമണ്ഡല സഭകളുള്ള സംസ്ഥാനങ്ങൾ. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം എന്നത് ശരിയായ പ്രസ്താവനയാണ്. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ് എന്ന പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം എന്ന് പറയുന്നത്. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് നമ്മുടെ കിണറ്റിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഡോക്ടർ S ബലരാമൻ, ശ്രീ TK വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവന തന്നെയാണ്. ഈ എക്സാം നടക്കുന്ന സമയത്ത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ്. എന്നാൽ നിലവിൽ ആന്റണി ഡൊമിനിക് അല്ല, ജസ്റ്റിസ് S മണികുമാർ ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് S മണികുമാർ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.